ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ. കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. എനിക്കത് കിട്ടിയല്ലോ, എനിക്ക് കിട്ടാമായിരുന്നു. നഷ്ടപ്പെട്ടല്ലോ. എത്രയോ പാട്ടുകൾ ഇപ്പോൾ സൂപ്പർ ഹിറ്റ്സ് പറഞ്ഞ ദാസേട്ടൻ പാടിയ സൂപ്പർ ഹിറ്റ്സൊക്കെ എത്ര നല്ല നല്ല പാട്ടുകൾ നമുക്ക് എന്ത് നല്ല പാട്ടുകൾ ഈശ്വര എന്ന് ഓർക്കാറുണ്ട്. അത് ഓർത്തിട്ട് കാര്യം യോഗം നമുക്ക് കിട്ടണം, നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് തലയിൽ ഇന്ന പാട്ടുകളൊന്നും വിധിച്ചിട്ടുണ്ട്, ആ പാട്ടുകളെ കിട്ടുള്ളൂ. റീമിക്സ് ഞാൻ പറഞ്ഞത് എന്താ പറയുക, ഇറ്റ്സ് എ കണ്ടേജിയസ് ഡിസീസ്. ഡിസീസ് അതൊരു ഒരു എന്താ പറയുക, എന്തായാലും പറയാം, മലയാളത്തിൽ പറയാം, സാംക്രമിക രോഗം. ഒരു നല്ലൊരു പാട്ടിനെ എടുത്ത് ഇവർ വധിക്കുകയാണ്. ഒരു വലിയ വലിയ കമ്പോസേഴ്സ് നല്ല നല്ല പാട്ടിനെ ഈ ദ്രോഹികൾ കേട്ടോ അനുകരിക്കുകയാണെങ്കിൽ നല്ലത് അനുകരിക്കുക. അതല്ല ഒരു പെർഫോമറുള്ള കുറ്റം എന്താ, അതെടുത്ത് പെർഫോം ചെയ്യും. അല്ല ഇതിപ്പോൾ പഴയ ചില പാട്ട് നമുക്കറിയില്ല. നമ്മൾ പല വെസ്റ്റേൺ എടുത്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വെസ്റ്റേൺ പാട്ടൊന്നും കേൾക്കാത്തതുകൊണ്ട് നമുക്കറിയില്ല ഇതിൽ നിന്ന് അടിച്ചതെന്നുള്ളത്. പിന്നെ ആരോ പറഞ്ഞ് ഇതിനെ കേൾപ്പിക്കുമ്പോൾ എടാ അടിച്ച് തട്ടിയത് നമുക്കറിയില്ല. അങ്ങനെയുണ്ട്, അനുകരണമുണ്ട്. അനുകരണം നിറയുണ്ട്. ഒരു അനുകരണം എന്ന് പറഞ്ഞാൽ ഒരു പാട്ടിൻ്റെ വേറൊരു പാട്ടിൽ നിന്നുള്ള അതിൻ്റെ വികാരം ഉൾക്കൊണ്ട് തൻ്റേതായ രീതിയിൽ ഇറക്കുകയാണ് സംഗീതം ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു പാട്ടിനെ കേട്ടാൽ അതിൽ നിന്നുണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ, അതൊരു വികാരം ഉണ്ടല്ലോ, ആ വികാരം ഉൾക്കൊള്ളാം, ആ സ്റ്റൈലിൽ ഉൾക്കൊള്ളാം. എന്നിട്ട് തൻ്റെ രീതിയിൽ ഇപ്പോൾ നമ്മുടെ ബാബുരാജ് ഗ്രേറ്റ്, അദ്ദേഹം ചെയ്തെന്താ, പല ഹിന്ദി സോങ്സിൻ്റെയും പല പാട്ടിൽ നിന്നും അതിൻ്റേത് താമസം എന്തേ വരുവാൻ. എടുത്തോളൂ, ഹംസ ആയന ഗയ തുംസെ ബുലായന ഗയ എന്നൊരു ഹിന്ദി പാട്ടിൻ്റെ തലത്ത് പാടിൻ്റെ അതിൻ്റെ ആ വികാരം ആ സ്റ്റൈൽ ഉൾക്കൊണ്ടിട്ടാണ് ആ രാഗം ഉപയോഗിച്ചിട്ട് ഇത് ബാബുരാജൻ്റെ താമസം എന്താ പറയുക, ബാബുരാജൻ്റെ പാട്ടായത്. അത് നമുക്കറിയില്ല, അതിൽ നിന്ന് എടുത്താന്നറിയില്ല. അങ്ങേരെ എന്ന് ഉൾക്കൊണ്ടതാണെന്നറിയില്ല. പിന്നെ കേൾക്കുമ്പോഴാണ് ആ രാഗത്തിന് ഉൾക്കൊണ്ടു എന്ന് പറയുക. അത് അനുകരണം അല്ല, അതിനല്ല അനുകരണം എന്ന് പറയുക. അതുകൊണ്ട് ഒരു തെറ്റുമില്ല അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത് അങ്ങനെ എടുത്ത് അടിച്ചു മാറ്റുക. ഞാൻ പാട്ടുകൾ പറയുന്നില്ല, പല പാട്ടുകളെ കുറിച്ച് പറയുന്നില്ല, ഞാൻ ആരെക്കുറിച്ച് പറയുന്നില്ല. അടിച്ചു മാറ്റിയ പാട്ടുകളുണ്ട്. ഇവനൊക്കെ എന്ത് മ്യൂസിക് ഡയറക്ടർ പാട്ട് കേൾപ്പിച്ചപ്പോഴാണ് അയ്യോ. പി സുശീലയും ജാനകിയമ്മയും മലയാളത്തിൽ നല്ല സൗത്തിലെ ഏറ്റവും നല്ല ഗായകർ, സൗത്ത് ഇന്ത്യയിൽ അവരെ കഴിഞ്ഞൊരു ഗായകർ ഉണ്ടായിട്ടുള്ളൂ, ഇനി ഉണ്ടാവില്ല എന്നുള്ള അഭിപ്രായം എനിക്ക്. അതൊക്കെ ഒരു ഗിഫ്റ്റാണ്. അത് പി സുശീല എന്ന് പറഞ്ഞ ശബ്ദം പറഞ്ഞാൽ ദൈവം കൊടുത്ത വരദാനമാണ്. ആരോ കണ്ട് പറഞ്ഞു, ഒരു ആളെന്ന് പറഞ്ഞു, അമ്മ നിങ്ങൾ കഴിഞ്ഞ ജന്മത്ത് തമിഴിലെ അമ്പാൾ എന്ന ദേവിയാണ്, ദേവിക്ക് തേനാഭിഷേകം ചെയ്തിരുന്നു, അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ നിങ്ങൾക്ക് തേൻ പോലുള്ള ശബ്ദം കിട്ടിയെന്ന്. കഴിഞ്ഞ ജന്മത്തിൽ ദേവിക്ക് തേനാഭിഷേകം ചെയ്തതുകൊണ്ട് ഈ ജന്മത്തിൽ നിങ്ങൾക്ക് തേനൂറുന്ന ശബ്ദം കിട്ടി എന്നാണ് പറഞ്ഞത് ഒരാൾ. അപ്പോൾ അതാണ് പി സുശീല. പിന്നെ ജാനകിയമ്മ ടാലൻറ്റ്, മോസ്റ്റ് ടാലൻറ്റ്. ജാനകിയമ്മയുടെ ടാലൻസാണ് നമ്പർ 1. ടാലൻറ്റ് വൈസ് ഏറ്റവും ടാലൻറ്റ് എസ് ജാനകിയാണ്. ശാരദ അമ്മയ്ക്ക് പാടിയ കൂടുതൽ പാട്ടുകൾ മുഴുവൻ ജാനകിയമ്മ പാടിയാണ്. എന്താണ് ഇത്ര പാട്ടുകൾ അങ്ങനെ ചെയ്ത്. നീളാനദി പറഞ്ഞ ഭാരതപ്പുഴയുടെ ഞാൻ ഭാരതപ്പുഴ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളാണ്. കേരളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട നദികളിൽ എനിക്കിഷ്ടം ഭാരതപ്പുഴയാണ്. എൻ്റെ മനസ്സിൽ ഏറ്റവും, ഞാൻ പല രാത്രികളും ഞാനും കൂട്ടുകാരും ഭാരതപ്പുഴയുടെ രാത്രികളിൽ ഭാരതപ്പുഴയുടെ മണൽത്തിട്ടകളിൽ കിടന്ന് ഫുൾ
ചന്ദ്രനെ നോക്കി ആസ്വദിച്ച് ഞങ്ങൾ കിടക്കാറുണ്ട്. ഭാരതപ്പുഴ ഭയങ്കര ശാലീനതയാണ്. അപ്പം അതിൽ ഇപ്പോൾ മുറപ്പെണ്ണ ചിത്രത്തിൽ ശാരദ മുണ്ടും വെഷ്ടിയിട്ട് മുറപ്പെണ്ണ ഭാരതപ്പുഴയുടെ തീരത്ത് നടക്കുന്നത്, അതാണ് ശാലീനത. ഷീല എന്ന് പറഞ്ഞാൽ അവർ അഭിനയിച്ച പടങ്ങളൊക്കെ വളരെ സെക്സി ആയിട്ടുള്ള വളരെ ഇതുള്ള പടങ്ങൾ. അപ്പോൾ മറ്റേ വിളിച്ചു ഞാൻ വിളി കേട്ടു, തുടിച്ചു മാറിടം തുടിച്ചു, ഉണർന്നു ദാഹിച്ചുണർന്നു, മറന്നു ഞാൻ എന്നെ മറന്നു എന്ന് പാടിയിട്ടുണ്ട്. വയലാറിൻ്റെ വരികളാണ്. യക്ഷി എന്ന ചിത്രത്തിലത്. അത് പണ്ട് മലാറ്റൂർ രാമകൃഷ്ണൻ പറഞ്ഞത് ഏറ്റവും ഉന്മാദം സെക്സുള്ള പാട്ട് അങ്ങനെ ഒരു പാട്ട് വേറെ വന്നിട്ടില്ല. അതിനകത്ത് വരികളൊക്കെ അങ്ങനെയാണ്, ആ സീനും അങ്ങനെയാണ് വളരെ. പക്ഷെ അത് വേറെ രസമുണ്ട്, അത് അഭിനയിച്ചത് ശാരദ കേട്ടോ, അത് വേറെ കാര്യം, അങ്ങനെ പ്രശ്നമുണ്ട്. പക്ഷേ ഷീലമ്മയുടെ ഞാൻ ഒരു അതിൻ്റെ ഈ പെരിയാറെന്ന് പറഞ്ഞാൽ മാതകത്തുള്ള, ഞാൻ പെരിയാറിൻ്റെ അടുത്തുണ്ട്, പേരാറെന്നാണ് ഭാരത നിളയ്ക്ക് പറയാം. പേരാറും പെരിയാറും എന്നൊരു പാട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ അടുത്ത് ഞാൻ ഉണ്ടായിട്ടുണ്ട്. ഈ പെരിയാറിന് ഭയങ്കര മാധവത്വമാണ്, അതിൻ്റെ വെള്ളവും അതിൻ്റെ ഒഴുക്കും. പെരിയാറിൻ്റെ ഒഴുക്കും പേരാറിൻ്റെ ഒഴുക്കും രണ്ടാണ്. പെരിയാറിൻ്റെ ഒഴുക്ക് ഒരു ഒച്ചൊരു ശക്തി ഇതുള്ള, മറ്റേത് വളരെ ശാന്തമാണ്. ഇതൊക്കെ കുറേ കമ്പാരിസൺ, മനസ്സിലെ കമ്പാരിസണാണ്. അല്ലേ, ശരിയാണോ തെറ്റാണെന്ന് എനിക്കറിയില്ല, ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. എൻ്റെ നിഗമനം എന്ന് പറയാം, അല്ലാണ്ട് ഇതിന് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ഒരിക്കലും പറയില്ല. ഞാനങ്ങനെ പറയുന്നു, ശരിയാവാം തെറ്റാകാം. ശ്രേയ ഘോഷാലും ഞാനൊരു ഇവരായിട്ടൊന്നും കമ്പയർ ചെയ്യില്ല. ഷീസ് എ വെരി ഗുഡ് സിംഗർ, നല്ല സിംഗറാണ്, അത് പറയാം. ഔറ്റ് പറഞ്ഞത് നല്ല സിംഗറാണ്. പക്ഷെ ഇവരുടെ ശബ്ദത്തിലുള്ള വികാരം അവർക്കില്ല. പക്ഷേ ശബ്ദത്തിൽ വികാരം എന്ന് പറഞ്ഞല്ലോ, ദേവരാമാഷ ഒരിക്കൽ പറഞ്ഞു, പി സുശീല എന്ന് പറയുന്ന ഗായിക, അവർ മലയാളം അർത്ഥം അറിഞ്ഞിട്ട് പാടുകയല്ല, പക്ഷേ അവരുടെ ശബ്ദത്തിൽ വികാരമുണ്ട്. മനസ്സിലായോ? അതാണ് പി സുശീല. ആ വികാരം ജാനകിയമ്മയ്ക്കുണ്ട്. പല പാട്ടും അമ്മ പാടുമ്പോൾ തളിയിട്ട ഗനാക്കളാവട്ടെ, വാസന്ത പഞ്ചമി നാളാവട്ടെ, മറ്റേ താനേ തിരിഞ്ഞും മറിഞ്ഞും, ഇത്ര എക്സാമ്പിൾ വേണം ജാനകിയമ്മയുടെ. അത് വേറൊരു ഇതാണ്, അതിലും വികാരമുണ്ട്. അതിൽ ശാലീനതയുടെ വികാരമാണ് കൂടുതൽ, മറ്റേ കുറച്ച് മാദകത്വമുണ്ട് ശീലാമ്മയുടെ ഇതിനകത്ത്. എല്ലാവരും ഇരിക്കുമ്പോൾ പുരസ്കാരം മേടിക്കുക. ഈ പുരസ്കാരം കിട്ടിയോ പുരസ്കാരം കിട്ടിയ എന്നാൽ വലിയ താമസമില്ല സിദ്ധി വിടാൻ മരിക്കാൻ. അത്ര എനിക്ക് പുരസ്കാരങ്ങളിൽ താല്പര്യമൊന്നുമില്ല, അതിന് പേടിയാണ്, കിട്ടിക്കഴിഞ്ഞാൽ ചത്തുപോയാലാണ്. നല്ല കാലം ഇത്തവണ ഇത് കിട്ടേണ്ടതായിരുന്നു നമുക്ക്. അതായത് എൻ്റെ പേരൊക്കെ പോയതാണ് പത്മശ്രീക്ക്. ഞാൻ വിചാരിച്ചു ദൈവമേ പത്മശ്രീ പോയിട്ട് കിട്ടിയില്ല, രക്ഷപ്പെട്ടു 70 വയസ്സ്. ഇനി സ്വീകരിക്കില്ല പത്മശ്രീ ഒന്നും ചോദിക്കില്ല, ഇനിയും ഒന്നും മേടിക്കില്ല. ഇനി അതൊക്കെ ഒരു ശ്രീയും വേണ്ട, പത്മശ്രീയും വേണ്ട, ഒന്നും വേണ്ട. ഇനിയിപ്പോൾ 70 വയസ്സ് കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ ഒന്നും വേണ്ട എനിക്ക്. ഈ ജനങ്ങളുടെ ശ്രോതാക്കളുടെ മനസ്സിൽ സ്നേഹം, അംഗീകാരം, അതാണ് ഏറ്റവും വലിയ പത്മശ്രീ. ഓരോ നമ്മുടെ പാട്ടുകാരും ആ പാട്ട് നന്നായിട്ടുണ്ട്, ചേട്ടാ ആ പാട്ട് അസ്സായിട്ട് പാടിയിട്ടുണ്ടെന്ന് പറയുന്നത് ആ സന്തോഷമില്ല. അത് നിങ്ങൾക്കായിരിക്കും നിങ്ങളുടെ പാട്ട്, ചേച്ചി നിങ്ങളുടെ പാട്ട് അസ്സായിട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇത്ര സന്തോഷം അയ്യോ ഇല്ലേ. അതാണ് ഏറ്റവും വലിയ കാര്യം, അതാണ് അംഗീകാരം, അതാണ് ഇത് ഏറ്റവും വലിയ പുരസ്കാരം എന്നാ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കണ്ണിൽ കത്തും മേളം നീലി നീർത്തി അന്നങ്ങളാൽ മേലെ തളിർമാല കൈകൾ ചൂടി തങ്കത്തേരേറി ഞാൻ അങ്ങ് തിങ്കൾ പോലെ നക്ഷത്ര സായുജ്യം
ആ മോഹം കൊണ്ടു ഞാൻ ദൂരെയേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി.